നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ശുദ്ധഹൃദയരാണെങ്കിലും മുൻകോപം അല്പം കൂടുതലായിരിക്കും. ഇവർക്ക് ചില പ്രത്യേകതകളുണ്ട്. ആശ്രിത വാത്സല്യം, ഔദാര്യം, സൽക്കാരശീലം എന്നിവയൊക്കെയാണ് ഇവരുടെ ഗുണവിശേഷങ്ങൾ. ഇവർക്ക് പൊതുവെ മാർദ്ദവമുള്ള ശരീരപ്രകൃതിയായിരിക്കും. അനാദൃശമായ കർമ്മകുശലത, ആകർഷണീയമായ കണ്ണുകൾ, സൗമ്യതയെ പ്രകാശിക്കുന്ന മുഖം, നീണ്ടുയർന്ന നാസിക, അല്പം കൂടവയറ്, ഉദാരമായ പെരുമാറ്റം ഇവയെല്ലാം തന്നെ ചതയം നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. ഒറ്റനോട്ടത്തിൽ തന്നെ ഇവർ ഭാഗ്യവാന്മാരോ കുലീന കുടുംബത്തിൽ ജനിച്ചവരോ ആണെന്ന് തോന്നിപ്പിക്കുന്ന ലക്ഷണങ്ങൾ ഇവർക്കുണ്ടായിരിക്കും. സത്യധർമാദികളെ കൈവിടാതെ പെരുമാറുന്ന സ്വഭാവക്കാരായിരിക്കും. പൊതുവെ ഇവരെ ആദർശനിഷ്ഠരെന്ന് പറയാം. പക്ഷേ ആദർശത്തിൻ്റെ പേരിൽ വലിയ ശത്രുക്കളെയും മത്സരങ്ങളെയും ഇവർക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുമെന്നുള്ളതാണ്. ചതയം നക്ഷത്രക്കാർ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ശോഭിക്കുന്നവരായിരിക്കും. ഇവരുടെ മുന്നിൽ വരുന്ന ഏത് കാര്യവും നിഷ്പക്ഷമായും നീതിനിഷ്ഠമായും സ്വാർത്ഥലാഭം കൂടാതെ അത് പരിഗണിക്കും. ജാതിമത ചിന്തകൾക്കതീതമായി ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും നിഷ്ഠയുള്ളവരായിരിക്കും. ഒരാളിനെക്കുറിച്ചോ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചോ ഒരഭിപ്രായം മനസ്സിൽ തോന്നിയാൽ അത് അവരിൽ നിന്നും മാറ്റുവാൻ പ്രയാസമാണ്. ബുദ്ധിശക്തിയും കർമ്മകുശലതയുമുള്ളവരാണ് എങ്കിൽ പോലും ഇവർ ചഞ്ചലചിത്തരായിരിക്കും എന്നുകൂടി പറയേണ്ടി വരും. ചതയം നക്ഷത്രക്കാർ പൊതുവെ ഭാഗ്യവാന്മാരാണെന്ന് പറയാമെങ്കിലും ഗുണദോഷാനുഭവങ്ങൾ ഇവർക്ക് സമ്മിശ്രമായിരിക്കും. സ്വജനങ്ങളെ കൊണ്ട് ഇവർക്ക് മിക്കവാറും ക്ലേശാനുഭവങ്ങളാണ് ഉണ്ടാകാറുള്ളത്. ബന്ധപ്പെട്ടവർക്ക് ഏതു സന്ദർഭത്തിലും ആവശ്യപ്പെടാതെ പോലും എന്തും കൊടുക്കുവാൻ ഇവർക്ക് യാതൊരു മടിയുമില്ലാത്തവരാണ്. എങ്കിലും സ്വജനങ്ങളുമായി രമ്യമായൊരു ജീവിതം ഇവർക്ക് സാധ്യമായി വരുന്നില്ല എന്നാണ് കാണാൻ കഴിയുന്നത്. വിശേഷിച്ചും സഹോദരങ്ങളെക്കൊണ്ട് പലവിധ മനപ്രയാസങ്ങൾക്കും ഇടവരും. പിതാവിനെക്കൊണ്ടും പറയത്തക്ക ഗുണങ്ങളൊന്നും തന്നെ ലഭിക്കാറില്ല. എന്നാൽ മാതൃഗുണം ഇവർക്കുണ്ടായിരിക്കും. ആരോഗ്യകാര്യത്തിൽ മെച്ചമായ നില പുലർത്തുന്നവരാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാമെങ്കിലും നിസ്സാരമായ എന്തെങ്കിലും കാരണമുണ്ടായാൽ ഇവർ ക്ഷീണപരവശരാകുന്നത് കാണാൻ കഴിയും. വേദനകളോ വിഷമതകളോ സഹിക്കാൻ കഴിവുള്ളവരായിരിക്കില്ല. മൂത്രാശയ രോഗങ്ങൾ, ശ്വാസസംബന്ധമായ രോഗങ്ങൾ, പ്രമേഹം ഇങ്ങനെയുള്ള രോഗങ്ങളായിരിക്കും ഇവർക്ക് പിടിപെടാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ദിനചര്യകളും മറ്റും ഇവർ വളരെയധികം ശ്രദ്ധിക്കണം. ലൈംഗികാസക്തിയും വികാരങ്ങളും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പം കൂടുതലായിരിക്കും. എങ്കിലും തങ്ങളുടെ അഭിമാനത്തിൻ്റെയും അന്തസ്സിൻ്റെയും നിലയ്ക്ക് ഹാനി വരാതെ സൂക്ഷ്മത പുലർത്തുവാൻ ഇവർക്ക് കഴിയുമെന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത്. ഇവരുടെ രഹസ്യങ്ങൾ വളരെ ബുദ്ധിപൂർവവും കരുതലോടു കൂടിയതുമായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റാർക്കും തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര കണ്ട് സംതൃപ്തകരമായി കാണുന്നില്ല. ഇവരുടെ ഭാര്യമാർ ഐശ്വര്യവതികളും ഭരണശേഷിയുള്ളവരുമായിരിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചതയം നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ ഏതോ ഒരു കുറവ് കണ്ടുവരുന്നു എന്നതാണ് വാസ്തവം. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതല്ല. ഏകദേശം 34 വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് പറയത്തക്ക ജീവിത പുരോഗതി നേടുവാൻ സാധിക്കുകയുള്ളൂ.
ചതയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയിൽ ശാന്ത സ്വഭാവികളായിരിക്കുമെങ്കിലും ഈ നക്ഷത്രത്തിന് പറയപ്പെട്ടിട്ടുള്ള മുൻകോപം ഇവർക്ക് കൂടുതലായിരിക്കും. ദൈവികാചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുന്നവരായിരിക്കും. വിവേകവും നല്ല പെരുമാറ്റവും ഇവരിൽ കാണാൻ കഴിയുമെങ്കിലും ഇവരുടെ ക്ഷിപ്രകോപം കൊണ്ട് തന്നെ കൂടെ കുടുംബകലഹം ഉണ്ടാകുവാനുള്ള സാധ്യത ഇവരിൽ കാണാൻ കഴിയും. ഇവരിലധികവും പൂർണ്ണ ആരോഗ്യവതികളായിട്ടല്ല കാണുന്നത്. മൂത്രാശയ രോഗങ്ങളെ കൊണ്ടോ ഗർഭാശയ രോഗങ്ങളെ കൊണ്ടോ ആയിരിക്കും ഇവരിലധികം പേരും ബുദ്ധിമുട്ടുന്നത്. ഭർത്താവിൽ നിന്നും സ്നേഹബഹുമാനങ്ങൾ കിട്ടുമെങ്കിലും ചതയം നാളുകാരായ സ്ത്രീകൾ അധികവും ദാമ്പത്യ ജീവിതത്തിൽ അത്ര കണ്ട് സന്തുഷ്ടരായിരിക്കില്ല. ഭർതൃദുരിതമോ വിരഹമോ അനുഭവിക്കാനിടവരാനുള്ള സാധ്യതയുണ്ട്. ജാതകത്തിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടായാൽ അവരുടെ വിവാഹ ജീവിതം ദുരിതപൂർണമായിരിക്കും. ഉത്രട്ടാതി, അശ്വതി, കാർത്തിക, തൃക്കേട്ട ഈ നാളുകാരുമായി ഒരിടപാടുകളും ചതയം നക്ഷത്രക്കാർക്ക് പാടില്ല. ചതയം നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ രാഹുവാണ്. രാഹുദശയിലാണ് ജനനം. തുടർന്ന് വ്യാഴദശ, ശനിദശ, ബുധദശ, കേതുദശ, ശുക്രദശ ഇങ്ങനെയാണ് ദശാകാലങ്ങൾ കടന്നു പോകുന്നത്. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ജനന സമയത്തെ ഗ്രഹസഞ്ചാരമനുസരിച്ച് ഫലത്തിൽ മാറ്റം വരാം. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.